ഹായ് ഫ്രണ്ട്സ്, ഒരു വാല്യൂ ബേസ്ഡ് ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നാം ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ബിസിനസ് മനസ്സിലാക്കുക, കൂടാതെ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഷോർട്ട് ടേമിൽ സ്റ്റോക്കുകളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാമെങ്കിലും ആത്യന്തികമായി സ്റ്റോക്കിൻ്റെ ബിസിനസ് പെർഫോമൻസ് നല്ലതാണെങ്കിൽ ലോങ് ടേമിൽ അതിൻ്റെ ഭാവി ശോഭനമായിരിക്കും. കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് പരിശോധിക്കുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ട്രസ്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനിയുടെ ആ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് കുറ്റമറ്റതാകുന്നത് അതിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റ് വളരെ എഫിഷ്യൻ്റ് ആകുമ്പോഴാണ്. ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ കമ്പനി ഫോളോ ചെയ്യുന്ന റൂൾസ്, അതുപോലെ അതിൻ്റെ ഒരു ബിസിനസ് പ്രാക്ടീസ്, അതുപോലെ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് മാനേജ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന പ്രോസസ്സുകൾ, അതുപോലെ കമ്പനിയുടെ മൊത്തം ഒരു മോറൽ വാല്യൂ, ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുകയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ, മോശമായ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കും, എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ആ സ്റ്റോക്കിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടാൻ അത് വഴിവെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കുകളെ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങും. ഇപ്പോൾ PNC ഇൻഫ്രാടെക് ഒരു സ്റ്റോക്കും അതിലെ കോർപ്പറേറ്റ് ഗവേണൻസിലുണ്ടായിട്ടുള്ള ചെറിയ ഇഷ്യൂസും അതുവഴി ആ സ്റ്റോക്കിലുണ്ടായ ഒരു മൊമെൻറ്റത്തിൽ വന്ന ഒരു പിറകോട്ടടിയും അതൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PNC ഇൻഫ്രാടെക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു ബിസിനസ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇതൊരു എൻജിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ അഥവാ EPC കമ്പനിയാണ്. കൂടാതെ ഈ കമ്പനി BOT അടിസ്ഥാനത്തിൽ അതിൻ്റെ മറ്റ് വേർഷനുകളായ, ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസൈൻ ബിൽഡ് ഫൈനാൻസ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, BOTയുടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണിത്. അതേപോലെ ഓപ്പറേറ്റ് മെയിൻറ്റെയിൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ബിസിനസ് മോഡൽ, അതേപോലെ ഹൈബ്രിഡ് ആന്വിറ്റി മോഡ് തുടങ്ങിയ വിവിധ തരം പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫോർമാറ്റിലുള്ള കോൺട്രാക്റ്റുകൾ, ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ ഏറ്റെടുക്കുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് PNC ഇൻഫ്രാടെക്. ഇവരുടെ ആ ഒരു പ്രൊജക്റ്റുകളുടെ ഒരു കാറ്റഗറി വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹൈവേ കൺസ്ട്രക്ഷൻ, അതുപോലെ BOT ടോള്, അതുപോലെ BOT ആന്വിറ്റി, അതുപോലെ OMT HAM എന്നൊക്കെ പറയുന്ന BOTയുടെ പല ഫോമാറ്റുകളും, കൂടാതെ ഹൈവേ പ്രൊജക്റ്റുകൾ, അതുപോലെ എയർപോർട്ട് റൺവേ പ്രൊജക്റ്റുകൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് ഈ പറയുന്ന PNC ഇൻഫ്രാടെക്. ഇവരുടെ ഒരു കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി NHAI അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റാണ്. കൂടാതെ ഹരിയാന സ്റ്റേറ്റ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ HSRDCയുടെ ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റാണ്. കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റാണ്. അതുപോലെ MSRD മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു ക്ലയൻറ്റാണ്. അതുപോലെ റെയിൽവേയിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ റൈഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ക്ലയൻറ്റാണ്. കൂടാതെ ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് UPPCL എന്ന് പറയുന്ന കമ്പനിയുടെയും ക്ലയൻറ്റ്. അങ്ങനെ പല PSU കമ്പനികളും ഈ ഒരു PNC ഇൻഫ്രാടെക്കിൻ്റെ ക്ലയൻസാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനി 85ഓളം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ഈ നാട്ടിൽ അങ്ങോളം ഇപ്പോൾ കറണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ അതിൽ 13ഓളം സ്റ്റേറ്റുകളിൽ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി ഇവർ 26ഓളം പ്രൊജക്റ്റുകൾ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ ഒരു റവന്യൂ ബ്രേക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ റോഡ് പ്രൊജക്റ്റുകളിൽ ഇവർക്ക് 69% റവന്യൂ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്ടർ പ്രൊജക്റ്റുകളിൽ 20% ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടോൾ കളക്ഷനിൽ 11% ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓർഡർ ബുക്ക് ഇവർക്ക് കാണാൻ കഴിയും. ഏകദേശം 17,800 കോടിയുടെ ഓർഡർ ബുക്ക് ഇവർ ഓൾറെഡി നിലവിലുണ്ട്. അത് കൂടാതെ 4,412 കോടിയുടെ മറ്റൊരു ഓർഡർ ബുക്ക് ഇതിൽ കൂടാതെ പുറത്തും കിടക്കുന്നുണ്ട്. റവന്യൂവിൻ്റെ 2.5 ടൈംസ് വലുപ്പത്തിലുള്ള ഓർഡർ ബുക്കാണ് നമുക്കിതിൽ കാണാൻ കഴിയുക. അപ്പോൾ ഇവരുടെ പ്രൊജക്റ്റുകൾ പ്രധാനമായിട്ട് അതിൽ 62%-ഓളം EPC റോഡ് കോൺട്രാക്റ്റുകളാണ്. അപ്പോൾ ഇവരുടെ ജോഗ്രഫിക് കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇവരുടെ പ്രൊജക്റ്റുകൾ നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടാണ് കാണുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം മോർ ദൻ 60% ഓർഡറുകൾ ഉത്തർപ്രദേശ് ഭാഗത്തു നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 12,000 crore അടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ROCയും ROEയും വളരെ സ്ട്രോങ് ആണ് നമുക്ക് കാണാൻ കഴിയും. 16.1% ROCയും 19.2% ROEയും ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയ കാണാം.
കൂടാതെ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പി റേഷ്യോ 13.5 മാത്രമാണ്. ഇൻഡസ്ട്രി പി 20 ഉണ്ട്. അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഒടുവിലത്തെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 12% ഒരു മുന്നേറ്റം സെയിൽസിൽ കാണിച്ചിട്ടുണ്ട്. പ്രോഫിറ്റിൽ 171% വമ്പിച്ച ഒരു ജമ്പും നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മളൊരു ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ 3 വർഷത്തെയും അതുപോലെ 5 വർഷത്തെയും ഈ സെയിൽസ് CAGR-ഉം അതുപോലെ പ്രോഫിറ്റ് CAGR-ഉം അതുപോലെ റിട്ടേൺ ഓൺ ഈക്വിറ്റിയുടെ CAGR ആയാലും ഇനി സ്റ്റോക്കിൻ്റെ പ്രൈസ് CAGR ആയാലും എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതായി കാണാം. ഏകദേശം 18 മുതൽ 26% വരെയുള്ള വർധന CAGR ഗ്രോത്താണ്. അങ്ങനെയുള്ളൊരു പോസിറ്റീവ് ഗ്രോത്ത് എപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് PNC ഇൻഫ്രാടെക്. ഈ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി 1.55 എന്ന് കാണാം. ഇത് മാത്രമാണ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രശ്നമായി കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആയതുകൊണ്ട് തന്നെ വളരെയധികം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണോ ഇത്തരം കടം. പക്ഷേ ഈ കടം ഉണ്ടെങ്കിലും ഈ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഒരു സ്റ്റോക്ക് പോലും പ്രൊമോട്ടർ പ്ലഡ്ജ് ചെയ്തിട്ടില്ല. അത് 0% നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനിയുടെ ബോറോയിങ്സ് കൂടുന്നുണ്ടെങ്കിലും അതിനാനുപാതികമായിട്ട് ക്യാഷ് റിസർവ് കൂടുന്നുണ്ട് എന്നുള്ളതും ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഡെപ്റ്റ് ഉണ്ടെങ്കിലും അതൊരു ഡേഞ്ചറസ് ലെവലിലേക്ക് പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ 56% പ്രൊമോട്ടേഴ്സ് ഈ സ്റ്റോക്കിലുണ്ട്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11% സ്റ്റേക്ക് ഈ സ്റ്റോക്കിലുണ്ട്. ഇതിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ളൊരു കാര്യം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 26%, ഏകദേശം 27%-ഓളം ഹോൾഡിങ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും HDFC സ്മോൾ ക്യാപ് ഫണ്ട്, HSBC വാല്യൂ ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ സ്മോൾ ക്യാപ് ഫണ്ട്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, UTI മിഡ് ക്യാപ്പ്, കൊഡാക് എമേർജിംഗ് ഫണ്ട്, അതുപോലെ നിപ്പോൺ ഇന്ത്യയുടെ ഫണ്ടുകൾ, അതുപോലെ കാനറ റൊബേക്കയുടെ ഫണ്ടുകൾ, അങ്ങനെ ലീഡിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തായി കാണാം. അപ്പോൾ അത്രമാത്രം DIAs ഈ സ്റ്റോക്കിൽ അവരുടെ വിശ്വാസ്യത വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സ്റ്റോക്കിൽ പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് വെറും 5% മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വളരെ ശക്തമായൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് നമുക്ക് ഇവരുടെ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രോമിസിംഗ് ആയി തോന്നിയ ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ ഇടിവ് വന്നതായി കാണാം. വലിയൊരു ഫോള്, 10% ഒരു സ്റ്റീപ്പ് ഫോളാണ് അന്ന് ഇൻട്രാഡേയിൽ ആ സ്റ്റോക്കിൽ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസുകളിലും അതുപോലെ മാനേജിംഗ് ഡയറക്ടറുടെ വീട്ടിലും ഈ CBI സെർച്ച് നടത്തി എന്ന വാർത്ത പുറത്തു വന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തിനാണ് CBI സെർച്ച് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ NHAI അവരുടെ ഒരു മാനേജർ പുരുഷോത്തം ലാൽ ചൗധരി, അദ്ദേഹം മധ്യപ്രദേശിലെ ചിറ്റാർപൂറിൽ പോസ്റ്റ് ചെയ്ത മാനേജറാണ്. അദ്ദേഹത്തിന് 10 ലക്ഷത്തിൻ്റെ ഒരു കൈക്കൂലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ PNC ഇൻഫ്രാടെക്കിൻ്റെ 4 എംപ്ലോയീസിനെ CBI അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ CBI അറസ്റ്റ് ചെയ്ത ഈ 4 എൻജിനീയേഴ്സിൻ്റെ പേരുകൾ നോക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ സത്യനാരായണ അങ്കുലൂരി, ബ്രിജേഷ് ശർമ്മ, അനിൽ ജെയിൻ ആൻഡ് ശുഭം ജെയിൻ തുടങ്ങിയ 4 എംപ്ലോയീസിനെയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്രാഷ് ഈ സ്റ്റോക്കിലുണ്ടായത്. അപ്പോൾ ഈ കേസ് വരുന്നത് ഈ കമ്പനി ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ജാൻസി ടു ഖജുരാഹോയുള്ള ഒരു റോഡ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഫൈനൽ അപ്രൂവലിനും അതേപോലെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയുടെ ഈ സ്റ്റാഫുകൾ ഈ പറയുന്ന ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ജനറൽ മാനേജർക്ക് കൈക്കൂലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതാണ് ഈ മൊത്തം ഈ ഇഷ്യൂവിന് കാരണം. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇവരൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഈ PNC ഇൻഫ്രാടെക്. അതിലവർ ഈ ഒരു വാർത്ത കൺഫേം ചെയ്യുന്നുണ്ട് ഇങ്ങനെ നടന്നതായിട്ടും. പക്ഷേ അതിലവർ പറയുന്നത് നമ്മൾ വളരെയധികം നിയമം അനുസരിക്കുന്ന ഒരു കമ്പനിയാണെന്നും ഇങ്ങനെ സംഭവിച്ചതിൽ അവർക്ക് ഖേദമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് യോഗേഷ് കുമാർ ജെയിൻ എന്ന് പറയുന്ന ഇവരുടെ മാനേജിംഗ് ഡയറക്ടറെയും അതുപോലെ തല്ലൂരി രഘുപതി റാവു എന്ന് പറയുന്ന ഇവരുടെ ഹോൾ ടൈം ഡയറക്ടറെയും അറസ്റ്റ് ചെയ്ത് എന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത ഇവർ നിഷേധിച്ചു. അതേസമയം 4 സ്റ്റാഫുകൾ അറസ്റ്റ് ചെയ്ത കാര്യം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിലുള്ള ഒരു കൃത്യമായ വിശദീകരണം ഇവർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നൽകും. എന്നാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിലുള്ള കൃത്യമായ ക്ലാരിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു വാർത്ത പുറത്തു വന്നത് കാരണം 10% ക്രാഷ് സ്റ്റോക്കിൽ സംഭവിച്ചതിന് ശേഷം ഈ സ്റ്റോക്ക് പിന്നെ തിരിച്ച് വരാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ ICICI സെക്യൂരിറ്റി പോലെയുള്ള ബ്രോക്കറേജ് ഹൗസുകൾ പറയുന്നത് ഇതിൻ്റെ ഒരു ഫൈനൽ ക്ലാരിഫിക്കേഷൻ വരുന്നത് വരെ ഈ സ്റ്റോക്ക്
ഹോൾഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു റെക്കമെൻഡേഷൻ വരുന്നത്. അപ്പോൾ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനികളിൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. ഇതേപോലെ ഒരു സംഭവം പോളിക്യാബിൽ കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പോളിക്യാബ് സ്റ്റോക്കിൽ അതിൻ്റെ മൊമെൻറ്റം ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെടുകയും അത് കുറേ കാലം കൺസോൾട്ടേഷനിൽ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ആ മൊത്തത്തിലുള്ള കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്ലാരിഫിക്കേഷനും അതുപോലെ കംപ്ലീറ്റ് എൻക്വയറി എല്ലാം പൂർത്തിയായപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർ തലയൂരിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം സ്റ്റോക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ PNC ഇൻഫ്രാസ്ട്രക്ചർ എന്ന് അതിന് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ക്രൈസിസിനെ ഇവർ തരണം ചെയ്യുമോ ഇല്ലയോ എന്നാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇനിയും ഒരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുവരെ ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇത്രയൊക്കെയാണ് PNC ഇൻഫോടെക്കുമായിട്ട് പറയാനുള്ളത്. Thank you for watching. See you next time with another video.